ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വിജയസാധ്യത? 2011-ലെയും 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 പഞ്ചായത്തുകളിലും അതേപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ലീഡ് നേടിയതാര്? 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദും LDF-ന് വേണ്ടി M തോമസ് മാത്യുവുമാണ് മത്സരിച്ചത്. 1,36,358 പേർ വോട്ട് ചെയ്തതിൽ 66,331 വോട്ടുകളാണ് ആര്യാടൻ മുഹമ്മദ് സ്വന്തമാക്കിയത്. തോമസ് മാത്യു ആവട്ടെ 60,733 വോട്ടുകളും നേടി. BJP-യുടെ സ്ഥാനാർത്ഥി നേടിയത് 4,425 വോട്ടുകളും SDPയുടെ സ്ഥാനാർത്ഥി നേടിയത് 2,566 വോട്ടുകളും BSPയുടെ സ്ഥാനാർത്ഥി നേടിയത് 1,291 വോട്ടുകളുമാണ്. പഞ്ചായത്തുകളിലെ ലീഡ് നില നോക്കിയാൽ 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ലീഡ് നേടിയത് UDF ആണ്. അമരമ്പലം പഞ്ചായത്തിൽ UDF 8,363 വോട്ടുകൾ നേടിയപ്പോൾ LDF 7,929 വോട്ടുകൾ നേടി. ചുങ്കത്തറ പഞ്ചായത്തിൽ UDF 9,690 വോട്ടുകൾ നേടിയപ്പോൾ LDF 8,745 വോട്ടുകളും നേടി. എടക്കര പഞ്ചായത്തിൽ 7,286 വോട്ടുകൾ UDF നേടിയപ്പോൾ LDF 6,371 വോട്ടുകളും നേടി. കരുളായി പഞ്ചായത്തിൽ UDF 5,069 വോട്ടുകൾ നേടിയപ്പോൾ LDF 4,822 വോട്ടുകളാണ് നേടിയത്. മൂത്തേടം പഞ്ചായത്തിൽ 5,690 വോട്ടുകൾ UDF നേടിയപ്പോൾ 4,968 വോട്ടുകൾ LDF നേടി. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ 12,454 വോട്ടുകൾ UDF നേടിയപ്പോൾ 11,280 വോട്ടുകളാണ് LDF-ന് നേടാൻ സാധിച്ചത്. പോത്തുകൽ പഞ്ചായത്തിൽ 7,182 വോട്ടുകൾ UDF നേടിയപ്പോൾ 6,743 വോട്ടുകളാണ് LDF നേടിയത്. വഴിക്കടവ് പഞ്ചായത്തിൽ 10,383 വോട്ടുകൾ UDF നേടിയപ്പോൾ 9,572 വോട്ടുകളാണ് LDF-ന് നേടാൻ സാധിച്ചത്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ LDF-ന് വേണ്ടി PV അൻവറും UDF-ന് വേണ്ടി കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്തുമാണ് മത്സരിച്ചത്. 1,62,503 പേർ വോട്ട് ചെയ്തതിൽ 77,858 വോട്ടുകൾ LDF-ന്റെ PV അൻവർ നേടി. UDF-ന്റെ ആര്യാടൻ ഷൗക്കത്തിന് നേടാനായത് 66,354 വോട്ടുകൾ മാത്രമാണ്. 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ PV അൻവർ വിജയിക്കുകയും ചെയ്തു. NDA-ക്ക് വേണ്ടി മത്സരിച്ചത് BDJS ആണ്. BDS നേടിയത് 12,284 വോട്ടുകൾ. 2011-നേക്കാൾ 8,000 വോട്ടുകൾ അധികം നേടി BDJS. പഞ്ചായത്തുകളിലേക്ക് വന്നാൽ മൂത്തേടം പഞ്ചായത്തിൽ മാത്രമാണ് UDF-ന് ലീഡ് നേടാൻ സാധിച്ചത്. മൂത്തേടം പഞ്ചായത്തിൽ UDF 7,048 വോട്ടുകളും LDF 6,830 വോട്ടുകളുമാണ് നേടിയത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ UDF 11,241 വോട്ടുകൾ നേടിയപ്പോൾ LDF 14,011 വോട്ടുകൾ നേടി. അമരമ്പലം പഞ്ചായത്തിൽ UDF 8,379 വോട്ടുകൾ നേടിയപ്പോൾ LDF 11,080 വോട്ടുകളാണ് അമരമ്പലം പഞ്ചായത്തിൽ നേടിയത്. 9,890 വോട്ടുകൾ ചുങ്കത്തറയിൽ LDF നേടിയപ്പോൾ UDF-ന് നേടാനായത് 9,586 വോട്ടുകളാണ്. 7,486 വോട്ടുകൾ എടക്കരയിൽ LDF നേടിയപ്പോൾ UDF-ന് നേടാനായത് 6,195 വോട്ടുകൾ മാത്രമാണ്. കരുളായി പഞ്ചായത്തിൽ LDF 7,030 വോട്ടുകൾ നേടിയപ്പോൾ UDF-ന് നേടാനായത് 5,560 വോട്ടുകളാണ്. 8,009 വോട്ടുകൾ പോത്തുകൽ പഞ്ചായത്തിൽ LDF നേടിയപ്പോൾ UDF-ന് നേടാനായത് 7,069 വോട്ടുകളാണ്. വഴിക്കടവ് പഞ്ചായത്തിൽ 13,079 വോട്ടുകൾ LDF നേടിയപ്പോൾ UDF-ന് നേടാനായത് 10,917 വോട്ടുകളാണ്. കരുളായി മൂത്തേടം പഞ്ചായത്തുകളൊഴികെ ബാക്കി എല്ലായിടത്തും NDA നില മെച്ചപ്പെടുത്തി. 2021-ലെ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി VV പ്രകാശും LDF-ന് വേണ്ടി PV അൻവറുമാണ് മത്സരിച്ചത്. 1,73,205 പേർ വോട്ട് ചെയ്തതിൽ 81,227 വോട്ടുകൾ
PV അൻവർ സ്വന്തമാക്കി. 78,527 വോട്ടുകൾ UDF വേണ്ടി VV പ്രകാശും നേടി. PV അൻവറിന്റെ ഭൂരിപക്ഷം 2,700 വോട്ടുകൾ മാത്രമായി ചുരുങ്ങി. NDAക്ക് വേണ്ടി മത്സരിച്ചത് BJP ആണ്. BJP നേടിയത് 8,595 വോട്ടുകൾ. പഞ്ചായത്തുകളിലേക്ക് വന്നാൽ 7-ൽ 5 പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും LDF ലീഡ് നേടാൻ സാധിച്ചു. അമരമ്പലം പഞ്ചായത്തിൽ LDF 11,238 വോട്ടുകൾ നേടിയപ്പോൾ UDF 9,746 വോട്ടുകളാണ് നേടിയത്. ചുങ്കത്തറ പഞ്ചായത്തിൽ UDF 11,347 വോട്ടുകൾ നേടിയപ്പോൾ LDF നേടാൻ സാധിച്ചത് 11,033 വോട്ടുകൾ മാത്രമാണ്. എടക്കര പഞ്ചായത്തിൽ 7,757 വോട്ടുകൾ LDF നേടിയപ്പോൾ UDF നേടാൻ സാധിച്ചത് 7,745 വോട്ടുകളാണ്. 7,605 വോട്ടുകൾ കരുളായി പഞ്ചായത്തിൽ LDF നേടിയപ്പോൾ UDF നേടാൻ സാധിച്ചത് 6,159 വോട്ടുകളാണ്. 8,915 വോട്ടുകൾ മൂത്തേടം പഞ്ചായത്തിൽ UDF നേടിയപ്പോൾ LDF നേടാൻ സാധിച്ചത് 6,584 വോട്ടുകളാണ്. നിലമ്പൂർ നഗരസഭയിൽ LDF 13,200 വോട്ടുകൾ നേടിയപ്പോൾ UDF നേടാൻ സാധിച്ചത് 11,673 വോട്ടുകളാണ്. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ 8,319 വോട്ടുകൾ LDF നേടിയപ്പോൾ UDF നേടാൻ സാധിച്ചത് 7,813 വോട്ടുകൾ മാത്രമാണ്. വഴിക്കടവ് പഞ്ചായത്തിൽ LDF 13,471 വോട്ടുകൾ നേടിയപ്പോൾ UDF 13,436 വോട്ടുകളും നേടി. നിലവിലെ കണക്കുകൾ പരിശോധിച്ചാൽ LDF UDF ഒരുപോലെ സാധ്യതയുള്ള മണ്ഡലമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം.